മോനെ, വടക്കേത്തുരത്തിലെ വേലായുധൻ ആളെ പറഞ്ഞു വിട്ടിരുന്നു. സരസമ്മയുടെ കാര്യത്തിനല്ലേ? ആ, 4000 രൂപയും 10 പവന്റെ ആഭരണവും തരാമെന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് പണത്തെ കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ? മോനെ, നിന്റെ സ്ത്രീധനം വാങ്ങിയിട്ട് എനിക്ക് സുഖിക്കണ്ട. ഔസേപ്പ് മുതലാളി കേസ് കൊടുത്ത് ഈ കടപ്പാടം നടത്തിയെടുക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞതാ. കടം തീർക്കാൻ പണമല്ലേ വേണ്ടത്? ഇതാ ചെട്ടി പിടിച്ച കാശ. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടമ്മേ. അമ്മ അവളെ എനിക്ക്... ഏത് പെണ്ണ്? സുമതി. സുമതി? അതെ അമ്മേ. അമ്മയ്ക്ക് അവൾ ഇഷ്ടമല്ലേ? അപ്പോ നിന്നെ അവളെയും പറ്റി നാട്ടുകാർ പറഞ്ഞത് സത്യമാണല്ലേ? അല്ലമ്മേ, നാട്ടുകാർ പറയുന്നത് കള്ളമാണ്. നീ ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ സ്നേഹിച്ചു പോയമ്മേ. അമ്മേ, ഞാൻ സുമതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ അമ്മ അവളെ മകളായി സ്വീകരിക്കൂ? അവൾ എന്നും എന്റെ മോളാണ്. സുമേ, സുമേ. എന്താ ചേട്ടാ? നിനക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ് വന്നത്. എന്താണ്? പറയട്ടെ. നമ്മുടെ വിവാഹത്തിന് എന്റെ അമ്മ സമ്മതിച്ചു. അതെ സുമേ, സമ്മതിച്ചു. എന്താ മിണ്ടാത്തത്? വേണ്ട ചേട്ടാ, ചേട്ടൻ എന്നെ വേണ്ട. ചേട്ടനെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. സുമേ, ചേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, വാസുവിന് ഇഷ്ടമാണ്. പിന്നെന്താ നീ? കാരണം ചോദിക്കരുത്. എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കല്പങ്ങളും നിന്നെ കുറിച്ചാണ്. എന്നെ മറന്നേക്കൂ. എനിക്കതിന്റെ കാരണം അറിയണം. വേണ്ട ചേട്ടാ, വേണ്ട. സുമേ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പിന്നെ മറ്റാരെയെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടോ? പറയൂ സുമേ, പറയൂ. നീ ആരെയെങ്കിലും? ഉണ്ട്, ഞാൻ വേറെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ആരെ? ബാബുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ പറയുന്നത്. അറിയാവുന്നത് കൊണ്ടാണ്. അയാൾ പണക്കാരനാണ്, നീ പാവപ്പെട്ടവൾ. നമുക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്ത ബന്ധമാണ്. ചേട്ടൻ വെറുതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുക. അല്ല സുമി, അല്ല. നീ നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. സ്നേഹിച്ചു പോയത് ഒരു തെറ്റല്ല. നീ അയാളെ മറന്നേക്കൂ. വയ്യ ചേട്ടാ, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. സുമേ, നീ അയാളുടെ വേഷത്തിലും ഭാവത്തിലും മയങ്ങിപ്പോയി. അയാളെ വിശ്വസിച്ചാൽ നീ നശിച്ചു പോകും. നീ അയാളെ മറന്നേ പറ്റൂ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാകണമല്ലേ? എന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. സുമേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്കറിയാമോ, ഞാൻ ബാബുവിന്റെ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ വാസുവേട്ടനെ പോലെയാണ് നിങ്ങളെയും കരുതിയത്.
ഭാർഗവ, വാസു ഇവിടെ കയറിയ കുത്തി അങ്ങോട്ട് കൊന്നേക്ക്. ബാക്കി കാര്യം ഞാനേ. കല്യാണം നടക്കട്ടെ. എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല. ഞാൻ വാസുവേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ഞാൻ ലീലയെ ഈ പന്തലിൽ വെച്ച് താലി കെട്ടാൻ പോകുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എടോ ശങ്കര, ലീലയും വാസുവും സ്നേഹമായിരുന്നു എന്നുള്ള വിവരം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു? ഇവളോട് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ ഈ വിവാഹം ഉറപ്പിക്കാൻ? നാണം കെട്ട പണിക്ക് പോയി. വാസു, നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. ഇന്ന് കെട്ടു വാസു. സ്നേഹിക്കുന്ന ആണും പെണ്ണും തമ്മിലാണ് കല്യാണം നടത്തേണ്ടത്. അല്ലാതെ ഒരുത്തൻ സ്നേഹിക്കുക, വേറൊരുത്തൻ കല്യാണം കഴിക്കുക. ആ ഏർപ്പാട് നല്ലതല്ല.